ഹായ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പ്രവാസി വെൽഫെയർ സ്കീമിൻ്റെ മെമ്പർഷിപ്പ് എമൗണ്ട്, അതായത് നമ്മൾ മാസത്തിൽ അടക്കാനുള്ള സബ്സ്ക്രിപ്ഷൻ എങ്ങനെ ഓൺലൈനായി അടക്കാമെന്ന് നോക്കാം. അതായത് പ്രവാസി ക്ഷേമനിധിയുടെ നമ്മുടെ മാസത്തിലെ ഗഡു എങ്ങനെ അടക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ബ്രൗസർ ഓപ്പൺ ചെയ്ത് കേരള പ്രവാസി വെൽഫെയർ ബോർഡ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ നിങ്ങൾക്ക് കേരള പ്രവാസി വെൽഫെയർ ബോർഡ് എന്ന് കാണാൻ പറ്റും. ഇവിടെ ക്വിക്ക് പേയ്മെൻറ്റ് എന്ന് കാണാൻ പറ്റും. ഞാൻ ക്വിക്ക് പേയ്മെൻറ്റ് എന്നത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മെമ്പർഷിപ്പ് നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, അതേപോലെ ഈ കാണുന്ന ക്യാപ്ച ഇവിടെ ടൈപ്പ് ചെയ്ത് ഇതിൻ്റെ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകണം. ഞാനിവിടെ എൻ്റെ മെമ്പർഷിപ്പ് നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും എല്ലാം ടൈപ്പ് ചെയ്യുന്നു. നിങ്ങൾ മെമ്പർഷിപ്പ് നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ക്യാപ്ചയും എല്ലാം കൊടുത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു പേജിലേക്ക് വരുന്നതായിരിക്കും. അതിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ മെമ്പർഷിപ്പ് ഡീറ്റെയിൽസ് കാണും. നിങ്ങൾ എന്നാണ് രജിസ്റ്റർ ചെയ്തത്, അതേപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ്, അതിൽ നിങ്ങൾ എത്രയാണ് അടക്കാനുള്ളത്, പെൻഡിങ് എമൗണ്ട്, അതുപോലെ പേയ്മെൻറ്റ് മോഡിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും സബ്സ്ക്രിപ്ഷൻ, അതല്ലാതെ പെനൽറ്റി, അതല്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷനും പെനൽറ്റിയും ചേർത്ത്. നിങ്ങൾ പെനൽറ്റി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പെനൽറ്റി ഉണ്ടോ എന്ന്. ഇനി സബ്സ്ക്രിപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിവിടെ കാണുന്നതായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് പേയ്മെൻറ്റ് നടത്തുന്നത് എന്ന് നോക്കാം. എനിക്ക് സബ്സ്ക്രിപ്ഷൻ മാത്രമേ അടക്കാനുള്ളൂ. അതിനുശേഷം പേയബിൾ എമൗണ്ട്, നിങ്ങൾ എത്രയാണോ അടക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം പേ നൗ എന്നത് കൊടുക്കുന്നു. അപ്പോൾ ഇതുപോലെ പേയ്മെൻറ്റ് വിൻഡോയിലേക്ക് വരുന്നതായിരിക്കും. ഇതിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI ഇവയിൽ ഏതെങ്കിലും ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്താൻ പറ്റും. ഞാനിവിടെ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. ഇതാ, നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് ഞാനിപ്പോൾ പേയ്മെൻറ്റ് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.